ഞാൻ ചോദിക്കാം. പിന്നെ ഇത് കുറെ കാലമായില്ലേ? വേണ്ട വേണ്ടെന്ന് പറയുമ്പോ കുറെ കാലമായത്. അവന്റെ അവസാനം എന്തോന്നാണ് ഇത്? നീ കാണിക്കുന്നത് ശരിയാണോ? നീ വലിയ കളരി കരാട്ടൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ മേടിക്കത്തില്ല. എനിക്ക് പേടിയൊന്നുമില്ല. എടാ എന്റെ അച്ഛന്റെ അത്തിത്തറ ഞാൻ തൊഴുതതാ, അല്ല കളരി കാണിച്ചല്ല. വന്ന കാര്യം പറ. നീ നിന്റെ ഭാര്യ എടുത്ത് പറഞ്ഞാണ് ആ ചൂലെടുത്തോണ്ട് എന്റെ പറമ്പ് ഒന്ന് തൂത്ത് പറയും. അതിന് വെച്ച വെള്ളം നീക്ക് വാങ്ങി വെച്ചാ കേട്ടോ. എന്റെ ഭാര്യയെ കൊണ്ട് അവിടെ തൂപ്പിക്കാനുള്ള ഏർപ്പാട് നടക്കത്തില്ല. മര്യാദക്ക് തൂത്ത് പറയാൻ എന്ത് മര്യാദക്ക്? എന്ത് മര്യാദക്ക്? നീ മര്യാദക്ക് നിന്റെ മരം മുറിക്കണം നിനക്കല്ലേ? സൗകര്യമില്ല. സൗകര്യമില്ലെന്നാ? എടാ ഇവിടെ സൗകര്യമില്ല, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അതല്ല ഈ ഇലയൊക്കെ അങ്ങോട്ട് വീഴുന്നത്. എടാ നിനക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീടും വസ്തു എനിക്ക് താ, ഞാൻ നല്ല വില തരാം. അയ്യോ അത് വേണ്ട. പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ 2 സെന്റ് വസ്തു എനിക്ക് നേരെ വഴിക്കായിട്ട്. അയ്യോ നിന്റെ ആധാരം എനിക്കിതാ, ഞാൻ എടുത്തോളാം. അപ്പൊ ഞാൻ പരിപാടിയാവും, അത് നിന്റെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. നാട്ടുകാർക്ക് വെറുതെ കൊടുത്താലും ഞങ്ങളുടെ ഈ പേരെ പറയുമ്പോ തനിക്ക് തരൂലോ? തരില്ല. നാട്ടുകാർ വെറുതെ എടുക്കൂല. എടാ ഈ വഴിയില്ലാത്ത വീടും വസ്തു ആരും മേടിക്കാറുണ്ട്? ആരും മേടിക്കൂല. അത് ഞാൻ തീരുമാനിച്ചോ കേട്ടോ. തീരുമാനിക്കാനൊന്നുമില്ല, നീ എനിക്ക് തന്നെ അവസാനം തരും. എടാ ഇത് എന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ട, അങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. നീ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കണം. ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാളാ. എനിക്കറിയാം നീ എനിക്ക് എന്ത് തരും. എന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ ഇപ്പൊ കൊടുക്കാനായിട്ട്. നീ പോടാ അവിടുന്ന്. എന്റെ ചേട്ടാ ഞാൻ എത്ര കാലമായി പറയണ നേരെ നടക്കാൻ ഒരു വഴിയും കൂടി ഇല്ലാത്ത ഈ പേരെ പറമ്പ് വിട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു സൗകര്യമുള്ള സ്ഥലത്ത് പോയി മേടിച്ച് കിടക്കാന്ന്. എടി ഇത് എന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ, ഞാൻ ഇവിടെ താമസിക്കത്തുള്ളൂ. നിങ്ങൾ ഈ മണ്ണും കെട്ടിപ്പിടിച്ച് ഇവിടെ കിടന്നോ? നേരെ നമ്മൾ തഞ്ചോളം എന്തോരം കൊതുക ഉത്തരവുണ്ട്. എന്റെ കയ്യൊക്കെ നോക്ക്, വല്ല ഡെങ്കിപ്പനി വന്ന് ചാവും. നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാ സ്വിമ്മിംഗ് പൂളല്ലേ നമ്മുടെ മുറ്റം. മുറ്റത്തെ വെള്ളത്തിൽ ഇങ്ങനെ ചെളിയിൽ ഇങ്ങനെ ഇന്തി തുളിച്ച് കിടക്കാം. എനിക്ക് മതിയായി, ഇങ്ങനെ ഒരു ഗതിയില്ലാത്തടത്ത് കിടന്ന് എനിക്ക് മതിയായി. നേരെ ഓടി നടക്കാൻ ഒരു വഴി പോലുമില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി മേടിക്കാന്ന്. അതൊക്കെ മനസ്സിൽ പറഞ്ഞാൽ മതി. ഇത് എന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് തൽക്കാലം ഇവിടെ താമസിക്കുന്നുള്ളൂ, ബാക്കി കാര്യം ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ തീരുമാനിക്കുമ്പോ ഞാൻ ചാവണം. നീ ഓടി എവിടെ കയറി? സാമ്പാർ അയ്യോ എന്റെ കൊച്ച ഇത്രയും കൊടുക്ക ആര് പറഞ്ഞു? കൂടിപ്പോയ 2 സ്പൂൺ ചോറ്. ദോശയാണെങ്കിൽ 1.5 മുറി ദോശ. ഇഡ്ഡലിയാണെങ്കിൽ 1 ഇഡ്ഡലി. മുട്ട, പാല്, ഏത്തക്ക. കണി പോലും കാണിക്കരുത് ഇവനെ. എടി ഇവനെങ്ങാനും കനത്ത് പോയി കഴിഞ്ഞാ ഈ വഴി കൂടെ അവൻ നടക്കാൻ പറ്റുമോ? ഇവൻ നടന്നു കിടന്ന അവസാനം എവിടെയാലും ഉടുപ്പൂരി നിൽക്കുമ്പോൾ ചോദിക്കത്തില്ലോ സീബ്രയുടെ കുഞ്ഞാന്ന് തോന്നുന്നു. ഈ വയറ് മൊത്തം മര വീഴുവോ? ഇവൻ ഈ തടി മതി. പറഞ്ഞ മനസ്സിലായല്ല? ആവർത്തിച്ചു പോരുത്. കയറിപ്പോടാ. ദൈവമേ, എന്റെ കൊച്ചിനെ ചോറ് കൊടുത്ത് തണുപ്പിച്ചത് അവസാനം അങ്ങോട്ട് വരാമോ? ഇങ്ങോട്ട് വരാവുന്നു. ആര് കുഞ്ഞപ്പനാ? 6 കുഞ്ഞപ്പനില്ലടാ, 1 കുഞ്ഞപ്പനുള്ളൂ. ഇതിലെ കൂടെ നടന്നപ്പോ 6 പോലെ നിനക്ക് തോന്നിയതായിരിക്കും. ഇതെന്താ വഴി എന്ന് പറയുന്ന സാധനം ഈ വീടിനില്ലല്ലേ? എന്റെ ഭാര്യ ദീപ്തി ഉണ്ടല്ലോ, അവള് വരാൻ പറഞ്ഞ് ഇങ്ങനെ നിന്റെ വൈഫ് ദീപ്തിയില്ലടാ. അവൾ എന്നോട് ഇന്നലെ കണ്ടപ്പോ വിളിച്ചു പറഞ്ഞാൽ മര്യാദക്ക് മര്യാദക്ക് സംസാരിച്ചോണം. എന്റെ ഭാര്യ പറഞ്ഞ അനാവശ്യം പറഞ്ഞ പല്ല. നിന്റെ ഭാര്യ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു നീ വീടും സ്ഥലവും കൂടെ എങ്ങനെയെങ്കിലും വിറ്റ് കൊടുക്കണമെന്ന്. ഞാൻ ബ്രോക്കറാണല്ലോ. അത് ശരി. അല്ല ആദ്യം പറഞ്ഞപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അതങ്ങനെ ഈ ബ്രോക്കർമാർ സംസാരിക്കുമ്പോ വളച്ചൊടിച്ച് വീഴ്ത്തണമല്ലോ. അത് ഈ വീട്ടിൽ വേണ്ട, വേറെ വിളിച്ചെന്ന് വളച്ചൊടിച്ചാൽ മതി. വന്നെന്ന് പറഞ്ഞ് ഈ വീട് സ്ഥലം വിൽക്കണമെന്ന് പറഞ്ഞ ഇവിടെ വഴിയില്ല, വഴി പ്രശ്നം. എടാ ഇത് വിൽക്കുന്നില്ല, എന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ. തെങ്ങ് കണ്ടോ? ആ തെങ്ങ് കണ്ടോ? അതെന്റെ അച്ഛന്. ആണോ? ക്ഷീണിച്ചു പോയല്ലോടാ. ഇതിനെന്നാ ആഹാരം കൊടുക്കണം? ഫാക്ടം പോസ് 20-20-0-15. ജീവിച്ചിരുന്നപ്പോഴല്ലടാ, ഇപ്പൊ എന്നാ കൊടുക്കണം? ഇപ്പൊ രാവിലെ 2 ചന്ദനത്തിന് കുത്തി വെക്കും. അച്ഛന്റെ മണ്ടയിലാടാ കുടങ്ങമത്തി വെച്ചേക്കണത്. അയ്യോ അത് കുടങ്ങമത്തി വെച്ചതേ, ചെത്താൻ കൊടുത്തതല്ലേ? ചെത്താൻ കൊടുത്ത അച്ഛന്റെ മണ്ട ചെത്തി തന്നെ നീ കള്ളു കുടിക്കും. നീ ഇപ്പൊ അച്ഛനെ പിടിച്ച് സംസാരിക്കാൻ വേണ്ട. നീ വന്ന കാര്യം പറ. വസ്തു കച്ചവടത്തിനാണ് നടക്കത്തില്ല. വന്ന കാലം തിരിച്ചു വെക്കോ. എടാ അങ്ങനെ പറയല്ലേ, ഇത് കച്ചവടം ചെയ്യണം. ഞാൻ എന്റെ അച്ഛനോട് എന്താ കാര്യം പറ. എടാ ഈ കുഞ്ഞപ്പനൊരു കാര്യമായിട്ട് നടത്തിയിട്ടേ പോവുള്ളൂ. ഈ വീട് നിനക്ക് വിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 25 ലക്ഷം രൂപ ഞാൻ മേടിച്ചു തരും. ആ 25 ലക്ഷം രൂപ 15 ലക്ഷം രൂപയ്ക്ക് വേറൊരു വീടും സ്ഥലവും മേടിക്കുന്നു.
പിന്നെ നീ ഒരു 10 ലക്ഷം രൂപ കൊണ്ട് ബാങ്കിലിടുന്നു. പലിശ മേടിച്ച് നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. നീ ജോലിക്ക് പോകണ്ട. ജോലിക്ക് പോകണ്ടേ? ഓ, ജോലിക്ക് പോകണ്ട. നീ കണ്ട് ജോലിക്ക് പോകണ പോലെ അത് വിട്. എനിക്കിത് ഞാൻ വിറ്റ് തരാം. വേണോ? അല്ല അത് സംഭവം ഓക്കെയാണോ? ഓക്കെയാണോ? എപ്പോ വന്ന് പറഞ്ഞായിരുന്നേ അമ്മ. ഈ വീട് സ്ഥലം വിൽക്കാനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവാന്ന്. അല്ല, അപ്പൊ നിങ്ങളുടെ അച്ഛൻ ഉറങ്ങണ മണ്ണ വിക്കൂലെന്ന് പറഞ്ഞില്ലേ? കിടന്നുറങ്ങിട്ട് വിളിക്കാതെ ഉണത്തമ്മളല്ലേ ശല്യം. നമുക്ക് ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് പോവാം. ചുമ്മാ സമാനപ്പെട്ടിരിക്കുക അവിടെ. ചേട്ടാ, ആരെങ്കിലും വരുവാ വീട്? ഞാൻ ഒരു ഗൾഫുകാരനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഗൾഫ്? അവര് വരും. പൂത്ത പൈസയുള്ള ടീമാ. അത് ശരി. അവർക്കൊരു രസത്തിൽ ഇതൊക്കെ എടുത്തിടൂന്നേ. അപ്പൊ അവരെന്തായാലും വരും. അല്ലെന്ന്, നേരെ വരെ നടക്കാൻ വഴിയില്ല. ഇത്രയും കുഞ്ഞു വീടുമാണ്. അവർക്ക് ഇതൊക്കെ മേടിച്ചിട്ട് എന്തിനാണ് അല്ല, അവള് ചോദിച്ചത് കാര്യമുണ്ട് കേട്ടോ. ഒരു ഹോബി. ഹോബി. നേരത്തെ പറഞ്ഞു വേറൊരു പേര്, ഇപ്പൊ പറഞ്ഞു ഗോപി എന്ന്. ഏതെങ്കിലും ഒന്നി ഉറച്ചിട്ടില്ലേ? ഇല്ലെന്ന് അവന്റെ പേര് പൂനേന്ദ്രൻ. അവൻ വരും, ഈ വീട് മേടിക്കും. ആ ഇല്ല, ഗൾഫുകാരും വിളിക്കുന്നുണ്ടല്ലോ. അവരെ കറക്കി വീഴ്ത്തണ കാര്യം ഞാൻ ഏറ്റു. നിങ്ങളൊന്ന് നിന്ന് തന്നാ മതി. 2 ലക്ഷം രൂപ പോലും കിട്ടാത്ത വീടിന് 25 ലക്ഷം രൂപയാണ് ഞാൻ പറഞ്ഞ് മേടിച്ചു തരാൻ പോണത്. ഹലോ, എത്തിയാ? ഞാൻ ഗൾഫുകാരനും ഭാര്യയും കൂടെ ഒക്കെ വരുന്നത്. ആ വഴി നിനക്ക് കേറിപ്പോരും. പറയണം പതുക്കെ. നല്ല കാര്യം നടക്കുമ്പോ ആടിനഴിച്ചു വിടല്ലേ എന്ന് പറഞ്ഞു. രമേശന്റെ ആ മേളി താഴോട്ട് കയറി കുരുങ്ങി കാണിച്ചല്ലേ? ഞാൻ നോക്കട്ടെ. പെട്ടെന്ന് ചില ചത്തുപോടിയത്. ആ ഇവിടുന്നായിരുന്നു. സോറി. ഒരച്ചെടുത്ത് ഇങ്ങനെ വലിച്ചോണ്ട് പോര്. കച്ചവടം നടക്കാതെ തിരിച്ചു പോവോ? ഒരു കട്ടാമ്പാര എന്തെങ്കിലും കിട്ടും. കച്ചവടം നടക്കാതെ തിരിച്ചു പോവോ? ഇല്ലെന്ന്. മുക്കാൽ ഭാഗം ഇങ്ങോട്ട് പോകുന്നില്ലേ? ബാക്കി ഞാൻ തിക്കി എടുത്തോളാം. അതെ, വഴിയുടെ ചെറിയ പ്രശ്നമില്ല. ഞാനത് പറഞ്ഞായിരുന്നല്ലോ. ഇങ്ങ് പോരി തിക്കി. എന്തോന്നറിയത്? ചോറ്. ഇതല്ല എന്റെ സൈഡ് നോക്കണേ. ആ സാമ്പാർ. ഇവിടെ അതല്ല, നിനക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ നീ പറഞ്ഞു തീർക്കണം. എന്ത് പറയുന്നത്? ചോറിൽ ബട്ടൺസ് വാരി അറിയല്ലേ? ബട്ടൺസ്? ആ പിന്നെ എന്തോന്നത്? അത് നിന്റെ റേഷൻ മാച്ച് അവിടെ നിന്നാണ് ബട്ടൺസ്. ഞാൻ വാരി എടുത്തില്ല. ബട്ടൺസ് പോയല്ലേ? ഒരഞ്ഞിറങ്ങി വന്നോട്ടെ. അല്ല, അതിന്റെ പേരിൽ വിഷയം ഉണ്ടാക്കണ്ട. അത് വേറെ. അത് ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് റെഡിയാക്കി തരാം കേട്ടോ. എന്നാൽ ഇത് എവിടെ നോക്കി? ബട്ടൺസ് അല്ലേ? അല്ലേ, ഒറ്റക്കല്ല ഭാര്യയും കൂടെ ഉണ്ടാവും പറഞ്ഞു. ഭാര്യയുടെ കൂടെ വന്നാണ്. എന്നിട്ട് എവിടെ? അവളോടെ പോയി. ആട് ഫാമിലിയാണോ? അല്ലല്ലോ, കുടുങ്ങിയാണ്. ഞാൻ പിടിച്ചു മാറ്റാം. പോരി. നമസ്കാരം ചേട്ടാ, ഞാൻ വൈക. ഞാൻ നേരത്തെ വന്നു. നിങ്ങൾ എന്താ വൈകിയത്? അയ്യോ, വൈകിയെന്നല്ല പറഞ്ഞേ. പേരാ പറഞ്ഞ വൈകിയെന്ന്. ആണോ? പിന്നെ ഒരു കാര്യം, കിടലം വീടാ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, നല്ല സൗകര്യമുള്ള വീടാണെന്ന് തോന്നുന്നു കേട്ടോ. എത്ര റൂമുണ്ട് ചേട്ടാ? അതല്ല, ആ വീടല്ല. ആ വീട് കിട്ടൂല. അതിനൊരു 1 കോടി രൂപയ്ക്ക് മേലെ വില വരും. ഇവിടുത്തെ സ്ഥലത്തിന്റെ വില അനുസരിച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ 25 ലക്ഷം. ശരി. ഇതാണ് ആ വീടിന്റെ ഉടമസ്ഥൻ. അല്ല, ചേട്ടൻ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ദീപ്തിക്കുട്ടേ. പൂച്ചക്കുട്ടിയോ? പൂച്ചക്കുട്ടിയല്ല, എന്റെ ഭാര്യ വിളിച്ചതാ. സ്നേഹം കൂടുമ്പോ ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ദീപ്തിക്കുട്ടേ. ചേട്ടാ, ഈ വീട്ടിൽ താമസിച്ചതിന്റെ സ്നേഹം കൊണ്ട് ഇങ്ങനെ. ആണോ? അയ്യോ, ഈ ദീപ്തി. ഈജിപ്തിൽ നിന്നല്ല, ഇത് കേരളത്തിൽ തന്നെ ഉണ്ടായ സാധനം. ഈജിപ്തല്ല. അതല്ല ചേട്ടാ, ഈ ദീപ്തിയാണോന്ന്. എന്റെ കൂടെ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ചാ പഠിച്ചതാ. അപ്പൊ ഇത് കച്ചവടം നടക്കും. അയ്യോ, അതെ, ഇവള് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ മൊട്ടച്ചിയായിരുന്നു. ഇപ്പൊ എന്തോരം നീളമാ. ഊരി കൈ വരെ സെറ്റാ. എന്നെ പോലെ തന്നെ തീർപ്പിലാണ്. പോയേ, നമുക്ക് വീട് കാണാം. ഞാൻ വീട് നോക്കിട്ടെ. നല്ലപോലെ നോക്ക്. നീ മൊത്തം കാണിച്ചു കൊടുക്കും കേട്ടോ. വീട് മൊത്തം. ഒന്നാമത് ഇടക്കുറവാണല്ലോ. മൊത്തം വൃത്തികേട്. വയലാണോ ഇത്? ഇതൊക്കെ നിങ്ങൾക്ക് തോന്നണാണെന്നോ? ഇത് വാട്ടർ ഫ്രണ്ടേജ് ആണല്ലോ. എന്നിട്ട് വെള്ളം കാണുന്നില്ലല്ലോ. ഇത് ഒരു ചാറ്റ മഴ പെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. എന്റെ കുട്ടികൾക്ക് നീന്തി ഒന്ന് വന്നേ. ഞാനോ? ആ എന്താ ഡാർലിംഗ്? ചേട്ടാ, ഈ വീടിന് തീരെ സൗകര്യമില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല ഇത്. നമുക്ക് വേറെ വീട് നോക്കാം. സൗകര്യമില്ല? ഇല്ല. Come on, പോയേക്കാം. നിങ്ങൾ അങ്ങനെ പോകല്ലേ. നിങ്ങൾ വന്നേ മാഡം, പ്ലീസ് വാ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞേ? അതെ, അടുക്കളയിൽ നിന്ന് തിരിയാൻ എനിക്ക് സൗകര്യമില്ല. അയ്യോ, നിന്ന് തിരിയാൻ സമയമില്ല. പോയേക്കാം.
ഇങ്ങ് വന്നേ. പോകാൻ ഞാൻ അടുക്കള ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ അടുക്കളയില് നമ്മൾ കയറി കഴിഞ്ഞിട്ട് ആ വടക്കേ ഭിത്തിയില്ലേ, ഒരു ഒറ്റ ഇടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണായി പോകും. പിന്നെ ആ റൂം എന്ന് പറഞ്ഞാൽ 20x20 വിസ്താരമുള്ള റൂമാണ്. ഇത് ഞാനാ പറയുന്നത്. അങ്ങനെ ഓക്കെ. എന്താ ഈ ഭിത്തി ഇടിച്ചു കഴിഞ്ഞാൽ 20 റൂം കിട്ടൂ? എടാ ഇതൊന്നും ഞാൻ എങ്ങനെയെങ്കിലും കച്ചവടം നടത്തി തരാൻ നോക്കട്ടെ. ഇതൊക്കെ നടക്കണ കേസാണ്, ചുമ്മാ പറയണത്. അതെ, എന്നാലും ശരിയാവില്ല ചേട്ടാ. ഞങ്ങൾ വേറെ വീട് നോക്കിക്കോളാം. കാരണം ഞങ്ങളെ ബാത്റൂമിന്റെ സൗകര്യം പോലും ഇവിടെ ഇല്ല. ബാത്റൂം സൗകര്യം ഇല്ല? ഇല്ല, ഒട്ടുമില്ല. ഇല്ലെന്നേ. അതന്നെ ബാത്റൂമിന് സൗകര്യക്കുറവ്. ഞങ്ങൾ അവിടെ 8 ബാത്റൂമാണെന്ന് അറിയാവോ? വൈറ്റ്നസ് കൊണ്ടോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ അവനറിയാത്ത രഹസ്യം ഞാൻ പറഞ്ഞുതരാം. രഹസ്യമുണ്ടോ? അവൻ അറിയാത്തൊരു രഹസ്യം, അവൻ അറിഞ്ഞുകൂടാത്ത. അതായത് 2 മാസം കഴിയുമ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ഇതിലെ വഴി ഹൈവേ പോകുന്നുണ്ട്. ഇതുവഴി പിന്നെ ഹൈവേ പോയി കഴിഞ്ഞാൽ മന്ത്രിമാരൊക്കെ ഇതിലെ വഴിയാണ് പോകുന്നത്. നീ കസേര ഇട്ടിരുന്ന് ചുമ്മാ കാണാം, ആസ്വദിക്കാം. മനസ്സിലായോ? ആസ്വദിക്കാം. പിന്നെ നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ ചുമ്മാ ഒരു തട്ടിട ഇട്ട് കഴിഞ്ഞാല് മോരും വെള്ളം വിറ്റാൽ മതി, ലക്ഷങ്ങൾ ഉണ്ടാക്കാം. അവിടെയോ? ആ കക്കൂസിലോ? ആ കക്കൂസിന്റെ അടുത്ത് 2 കുറ്റി നാട്ടി പല കാണിച്ചാ പോരെ? അത് മതി. ചെറിയ പെട്ടി കിടക്കുന്ന ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ഞാൻ ഗൾഫിൽ പോകുന്നില്ലേ, ഞാൻ ഇവിടുന്ന് മോരും വെള്ളം വിറ്റോളാം. ഇനി അവനറിയാൻ പാടാത്ത വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പൊ നമ്മൾ 25 ലക്ഷം രൂപയ്ക്ക് എടുക്കുമല്ലോ. ഒരു വർഷം കഴിഞ്ഞാൽ ഈ വികസനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന് മിനിമം ഒരു 50 കോടി രൂപ വില വരും. ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ. അപ്പൊ ലക്ഷം കൊടുത്ത് കോടി വാങ്ങുക. ഓ മൈ ഗാഡ്, നമുക്കിത് വാങ്ങിക്കാം. ഞങ്ങളത് വാങ്ങിച്ചോളാം. ഉറപ്പിച്ചു. കുഞ്ഞച്ചൻ ചേട്ടാ, ഓക്കെ, അപ്പൊ അഡ്വാൻസ് കൊടുക്കാം. അല്ലേ അപ്പൊ ഇതിലെ കൂടി വിഴിഞ്ഞം പദ്ധതി റോഡ് സംഭവം ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ഒപ്പിക്കേണ്ട. ഇതിലെ കൂടെ വിഴിഞ്ഞം പദ്ധതിക്കുള്ള റോഡ് പോകും. അല്ലെ 50 കോടി രൂപ 50 കോടി രൂപ 2 വർഷം കഴിയുമ്പോൾ വിറ്റാ കിട്ടുമല്ലോ. മോരുകട അല്ല, ഇത് നമ്മൾ തുടങ്ങി അവരോട് പറഞ്ഞു ഒപ്പിക്കണ്ടേ. ഇത് ഒന്നും പറയണ കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യമായി. ഇത് 50 കോടി വിറ്റിട്ട് കമ്മീഷൻ അടിക്കാൻ കാര്യങ്ങളൊക്കെ. എടോ എനിക്കിത് ആദ്യം മനസ്സിലായില്ല. ഇപ്പോഴാ കാര്യങ്ങളൊക്കെ ബോധ്യമായത്. എടോ ഇതിലെ കൂടെ വിഴിഞ്ഞം പദ്ധതി റോഡ്, പിന്നെ അടുക്കളയിലെ ഭിത്തി ഇട്ട് കഴിഞ്ഞാൽ 20 റൂം കുറച്ച് കഴിയുമ്പോൾ 50 കോടി രൂപയും കിട്ടും. അയ്യോ ദീപ്തി, എത്ര സൗകര്യക്കുറവാണെങ്കിലും ഞാൻ എടുത്തോളാം. അയ്യോ കൂടെ പഠിച്ചു വളർത്താൻ വീട്ടില് 50 കോടി രൂപയെ അച്ഛനെപ്പോഴും വിൽക്കുന്നില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങി പോകുക. എന്റെ പൊന്നച്ഛ, 1.5 മുറി ദോശയും കഴിച്ചിട്ട് ഈ വീട്ടിൽ എനിക്ക് പട്ടിണിയായിരുന്നു ചാവാൻ വയ്യേ. അപ്പൊ ഡാർലിംഗ്